വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമം നടത്തുകയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തോട് ക്രൂരത കാണിക്കുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട്, അദ്ദേഹത്തിന്റെ പ്രസ്താവന അങ്ങേയറ്റം പരിഹാസ്യമാണ്, അങ്ങേയറ്റം അപമാനകരമാണ് കേരളത്തിന്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ സംസ്ഥാന സർക്കാരിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ആ സർക്കാരിനെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുകയാണ്. ഒരു CPMന്റെ സെക്രട്ടറിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ മുഖ്യമന്ത്രി രാജ്യത്തിലെ നിയമങ്ങളെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും സാമാന്യമായി ബോധ്യമുള്ള ഒരാളായിരിക്കണം. അത് ബോധ്യമില്ലാത്തത് കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ബോധ്യമില്ലാത്തത് കൊണ്ടാണെങ്കിൽ രാജ്യത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും പഠിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവർ ഉയർത്തിക്കൊണ്ടുവന്നത്, നമ്മുടെ രാജ്യത്തിലെ സൈന്യത്തിന്റെ സേവനത്തിന്റെ ചെലവ് സംസ്ഥാന സർക്കാരിനോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അത് എന്തോ വലിയ മഹാപരാധമാണ് എന്ന് സർക്കാർ പറയുകയാണ്. നിർഭാഗ്യവശാൽ സർക്കാരിന്റെ ഈ വാദം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമങ്ങളും അത്തരം നിലപാട് സ്വീകരിക്കുന്ന നിർഭാഗ്യകരമാണ്. രാജ്യത്ത് സൈന്യത്തിന്റെ സേവനങ്ങൾക്ക് പണം കൊടുക്കണമെന്നുള്ളത് ആദ്യത്തെ സംഭവമല്ല. എല്ലാ സർക്കാരുകളും കൊടുക്കുന്നുണ്ട്. കാരണം സൈന്യത്തിന്റെ സേവനം എന്ന് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനമല്ല. സൈന്യത്തിന്റെ സേവനം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സൈന്യം ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചെലവ് അതാത് സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നുള്ളതാണ് രാജ്യത്തിലെ നിയമം. അത് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന ഒരു കേന്ദ്ര നിയമമാണ്. വ്യോമസേനയും നാവികസേനയും കരസേനയും ഇത് സംബന്ധിച്ച് അവർക്ക് വരുന്ന ചെലവുകൾക്ക് കേന്ദ്ര സർക്കാരിനാണ് അവർ കത്തയക്കുക. കരസേന കേന്ദ്ര സർക്കാരിന് അയച്ചിട്ടുള്ള അവരുടെ ചെലവിന്റെ പട്ടികയാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുത്തത്. അതാണ് പ്രൊസീജിയർ. അത് കേരളമായാലും തമിഴ്നാടായാലും കർണാടകയായാലും ഉത്തർപ്രദേശ് ആയാലും മഹാരാഷ്ട്ര ആയാലും ഒരേ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ അനുസരിച്ച് നിലവിലുള്ള നിയമമനുസരിച്ചാണ് ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ പണം സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിനല്ല കൊടുക്കേണ്ടത്. ഈ കേന്ദ്ര സേനകളുടെ രക്ഷാപ്രവർത്തനത്തിന് ചെലവായിട്ടുള്ള പണം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ആ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് വിഹിതം എന്ന് പറയുന്നത് 80% ആ 80% സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള ദുരിതാശ്വാസ ഫണ്ടിന്റെ 80% കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ പണത്തിൽ നിന്നാണ് ഈ ചെലവുകൾ വഹിക്കേണ്ടത്. പക്ഷെ അതിന്റെ കസ്റ്റോഡിയൻ സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത് കൊടുക്കണം. ഇത് പുതിയ സംഭവമല്ല. കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണ്. 2013-ലും 2012-ലും ഇതേ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോ അന്ന് സംസ്ഥാന സർക്കാർ പണം കൊടുത്തിട്ടുണ്ടല്ലോ. അന്ന് ഈ വാദപ്രതിവാദങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ ഓഖി ദുരന്തമുണ്ടായപ്പോ ആ സന്ദർഭത്തിൽ കേന്ദ്ര സേനകളുടെ സഹായമുണ്ടായിരുന്നു. ആ പണം സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ടല്ലോ. അന്നും വിവാദമുണ്ടായിട്ടില്ലല്ലോ. ഇപ്പോഴും മാത്രം എന്തിനാണ് വിവാദം? ഈ വിവാദം മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരും നിയമസഭയിലേറ്റ വലിയ തിരിച്ചടിയുടെ ജാള്യത മറക്കാൻ കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി പറയണം എന്ത് ക്രൂരതയാണ് മലയാളികളോട് കേന്ദ്ര സർക്കാർ കാണിച്ചത്. സംസ്ഥാന സർക്കാരിന് അർഹതപ്പെട്ട പണം മുൻകൂറായി കൊടുത്തതാണോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത കുറ്റം? നിങ്ങൾ കഴിഞ്ഞ 13-ാം തീയതിയാണ് സംസ്ഥാന സർക്കാർ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഒരു മാസം പോലും ആയിട്ടില്ല. അത് പരിശോധിക്കുന്നേയുള്ളൂ. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തണം. ഒന്നും ചെയ്യാത്ത ഗവൺമെന്റ് സംസ്ഥാന സർക്കാരാണ്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് 5 നയാ പൈസയുടെ സഹായം കൊടുക്കാത്ത സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി അവരുടെ പരാജയത്തിന് ഒളിച്ചോടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഈ നിലപാട് തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഈ മെക്സവനുമായി ബന്ധപ്പെട്ട നിലപാട് CPM ജില്ലാ സെക്രട്ടറിയുമായി അല്ല, CPMന്റെ ജില്ലാ സെക്രട്ടറി ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവനക്ക് ഉപോത്ബലകമായിട്ടുള്ള തെളിവെന്താണെന്ന് പറയണം. രണ്ടാമത്തെ പ്രസ്താവനക്ക് ഉപോത്ബലകമായി എന്ത് വസ്തുതയാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ഇത് രണ്ടും അദ്ദേഹം പറയേണ്ടതാണ്. അദ്ദേഹമാണ് ഈ വിഷയം ആദ്യം മുമ്പോട്ട് വെച്ചത്. സ്വാഭാവികമായും അദ്ദേഹം CPMന്റെ ജില്ലാ സെക്രട്ടറി കാര്യം പറയുമ്പോൾ അത് വെറുതെ പറയില്ലല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ആരും ഇവിടെ വ്യായാമം നടത്തുന്നതും എതിരല്ല. വ്യായാമമൊക്കെ നാട്ടിൽ ധാരാളമുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിനൊരു നെറ്റ്വർക്ക് ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ്. കാരണം ഒരു സ്ഥലത്തല്ല, കേരളത്തിന്റെ പല ഭാഗത്തും ഒരു ചെയിനായി ഒരു നെറ്റ്വർക്ക് ഉണ്ടാകുന്നു.
ഒരു കായിക പരിശീലനത്തിന് ഒരു ചെയിനായി ഒരു നെറ്റ്വർക്ക് ഉണ്ടാകുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? പരിശോധിക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ മുൻവിധിയോടുകൂടി ഒന്നും പറയുന്നില്ല. പക്ഷേ അത് പരിശോധിക്കാൻ തയ്യാറാകണം. പ്രത്യേകിച്ചും CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആദ്യം ഇങ്ങനെ പ്രസ്താവന നടത്തിയ പശ്ചാത്തലത്തിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. CPM വ്യക്തമാക്കേണ്ടത് രണ്ടാമത്തെ പ്രസ്താവനയ്ക്ക് കാരണമെന്താണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആദ്യ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട്, രണ്ടാമത്തെ പ്രസ്താവന ഉണ്ട്. ഈ മലക്കം മറിച്ചിലിന്റെ കാരണമെന്താണ് എന്ന് വ്യക്തമാക്കാൻ CPM-ആണ് തയ്യാറാകേണ്ടത്. മുൻപ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സന്ദീപ് വാര്യർ എന്നൊരു പ്രതികരണം ഇതിൽ നടത്തിയിട്ടുണ്ട്. അതായത് BJP ഇതിനെ വർഗീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അത് ഏശാത്തത് കൊണ്ട് CPM അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ നിലപാട്. അത് കോൺഗ്രസിന്റെ നിലപാടാണോ? കോൺഗ്രസിന്റെ നിലപാടാണെങ്കിൽ ഞാൻ മറുപടി പറയാം. കോൺഗ്രസിലേക്ക് പോയിട്ടുള്ള ഒരാളേക്ക് നിലവിൽ കോൺഗ്രസിൽ എന്തെങ്കിലും ചുമതലയുള്ളതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും പ്രസ്താവനയ്ക്ക് ഞാനെന്തിനാ മറുപടി പറയുന്നത്? കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രസ്താവനയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. BJP എന്താണ് ഇതിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ്? കാരണം ഇതൊരു കൂട്ടായ്മയായിട്ട് വളരുന്നു, മലബാറിൽ വ്യാപകമാവുന്നു, ഇതൊരു വ്യായാമ കൂട്ടായ്മയാണ് എന്നുള്ളത് അവർ തന്നെ മുൻനിർത്തി പറയുന്നുണ്ട്. ഈ കൂട്ടായ്മയിലുള്ളവർ തന്നെ പറയുന്നുണ്ട്. BJP ഇതിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ്? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങളൊരു പ്രശ്നവും പറഞ്ഞിട്ടില്ലല്ലോ. ഈ പ്രശ്നം പറയും CPM അല്ലേ? CPM ഇങ്ങനെ പ്രസ്താവന നടത്തി. ഞങ്ങൾ പറയുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അത്രേ പറയുന്നുള്ളൂ. ഞങ്ങൾ ഒരു മുൻവിധിയോടുകൂടി പറയുന്നില്ലല്ലോ. ഒരു വ്യായാമം നല്ലതാണ്, ഞാൻ പറഞ്ഞല്ലോ, വ്യായാമം നല്ലതാണ്, ഞങ്ങൾ അതിനൊന്നും എതിരല്ല. വ്യായാമത്തിൽ വരുന്ന ആളുകളുടെ ജാതിയും മതവും ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഏത് മതവിഭാഗമാണോ ഏത് ജാതിയാണോ എന്നൊന്നും നോക്കുന്നില്ല. പക്ഷേ ആ വ്യായാമ കൂട്ടായ്മക്ക് ചെയിനായി ഒരു സംവിധാനം ഉണ്ടാകുന്നു, അതിന്റെ ശൃംഖലകൾ ഉണ്ടാകുന്നു, പല സ്ഥലത്ത് വ്യാപിക്കുന്നു. അതിനെന്തെങ്കിലും യോജിപ്പുണ്ടോ? അതിലെന്തെങ്കിലും ബന്ധമുണ്ടോ? അത് പരിശോധിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം ഇതെല്ലാം കുറ്റമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതും CPM-ന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി ഗൗരവമാർക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണമില്ല അദ്ദേഹം പറയില്ലല്ലോ. അപ്പൊ അത് ഗൗരവമുള്ളതാണ്, അത് പരിശോധിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പരിശോധിക്കുന്ന എന്താ കുഴപ്പം? അല്ലാതെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മുൻകൂട്ടി ഒന്നും പറയുന്നില്ലല്ലോ. ഈ BJP-യുടെ നേതൃമാറ്റത്തിനുള്ള എന്തെങ്കിലും സാഹചര്യം സംസ്ഥാനത്ത് നിലവിലുണ്ടോ? മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൂത്ത് അടിസ്ഥാനത്ത് തുടങ്ങി. അല്ലാതെ പ്രസിഡന്റ് വരെ എത്തുമോ? അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ എത്തും. കേരളത്തിലെ ഒരു മാറ്റം അല്ല, അഖിലേന്ത്യാ പ്രസിഡന്റ് താഴെയല്ലേ എല്ലാം. അഖിലേന്ത്യാ ബൂത്ത് പ്രസിഡന്റ് മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ ഞങ്ങൾ പുനഃക്രമീകരിക്കും. അതിലെല്ലാം ഉൾപ്പെടും. പിന്നെ എന്താ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഈ വനഭേദ നിയമയുടെ ഒരു കരടുവൊക്കെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ താമരശ്ശേരി ബിഷപ്പും തലശ്ശേരി ബിഷപ്പൊക്കെ അതിന്റെ രംഗത്ത് വന്നില്ല. BJP-യുടെ നിലപാട് എന്താണ്? നിയമം പിൻവലിക്കണമെന്നാണ്. അല്ല, കൺസെന്റ് വ്യക്തികളുടെ ആശങ്ക അവരുമായി ചർച്ചയിലൂടെ പരിഹരിക്കണം. കാരണം ഇത് ഒരേ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലെ വനം സംരക്ഷിക്കണം, അതേ സമയത്ത് പല വർഷങ്ങളായിട്ട് ആ ഭൂമിയിൽ താമസിക്കുന്ന കൃഷി നടത്തുന്ന ആളുകളുടെ താല്പര്യമുണ്ട്. ഇത് രണ്ടും സംരക്ഷിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ ഉയർത്തുന്ന ആശങ്ക അവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ളതാണ് BJP-യുടെ നിലപാട്. ഈ നെക്സവനിൽ ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന BJP ആവശ്യപ്പെടുന്നത്? ഏത് തലത്തിലും സംസ്ഥാന സർക്കാർ അന്വേഷിച്ചാൽ മതി. സംസ്ഥാന ഗവൺമെന്റ് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് അതിൽ മുൻവിധിയൊന്നുമില്ല. ഞങ്ങൾക്ക് മെക്കിനോട് എന്തോ വിരോധമുള്ളതായിട്ട് നിങ്ങൾ കാണണ്ട. ഒരു വിരോധമില്ല. ആളുകൾക്കെല്ലാവർക്കും നല്ല വ്യായാമം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നേരത്തെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടുകാർ അഗ്നിശമന സേനാംഗങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നൊരു വ്യായാമം നടത്തിയിരുന്നു. ആ വ്യായാമം നടത്തിയ ആളുകളൊക്കെ ഇപ്പോൾ തിഹാർ ജയിലാണ്. ഇനി ഈ വ്യായാമത്തിന് പോകുന്ന ആളുകൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും നല്ല വ്യായാമം ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ്. കേന്ദ്ര ഏജൻസികൾക്ക് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു വ്യായാമം അല്ലെങ്കിൽ ഇതിലൊരു ദുരൂഹത കണ്ടെത്താൻ കഴിയാതിരുന്നത്? എനിക്കറിയില്ല അവർ കണ്ടെത്തിയിട്ടുണ്ടോ എന്നും അവർ അന്വേഷിച്ചിട്ടുണ്ടോ അറിയില്ല. ഞാൻ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗമല്ലല്ലോ. ഞാൻ പത്രത്തിൽ കണ്ട നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി വളരെ അപൂർവമായിട്ട് മാത്രം കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അങ്ങനെ വിടുവായത്തം പറയുന്ന ഒരാളായിട്ട് മോഹനൻ മാഷെ ഞാൻ കാണുന്നില്ല. അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ വളരെ പെർട്ടിക്കുലറായിട്ട് ഒരു വിഷയം പറയുന്നു. അതിനെക്കുറിച്ച് CPM-ന്റെ നേതാവ് പറഞ്ഞൊരു കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള റൈറ്റ് BJP-ക്കില്ലേ? അദ്ദേഹം നിലപാട് മാറ്റിയത് എന്തുകൊണ്ടായി? അത് അദ്ദേഹത്തോട് ചോദിക്കണം. അതാണ് എനിക്കും അറിയേണ്ടത്. അദ്ദേഹം എന്താണ് നിലപാട് മാറ്റിയെന്നാണ് എനിക്കും അറിയേണ്ടത്. അദ്ദേഹം പറയേണ്ടതാണ്. മാധ്യമ വാർത്തകൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. ആകെ ഞാനതിൽ കാണുന്ന ഒരേ ഒരു കാര്യം, ഒരു വ്യായാമ കൂട്ടായ്മ ഉണ്ടാകുന്നു. ആ വ്യായാമ കൂട്ടായ്മ ഓരോ സ്ഥലത്തും ആ സ്ഥലത്തെ ആളുകളാണല്ലോ നടത്തുക. അതിനൊരു ചെയിൻ ഉണ്ടാകുന്നു, ഒരു കണക്ടിവിറ്റി ഉണ്ടാകുന്നു. ആ ചെയിൻ ഓഫ് കണക്ടിവിറ്റിയെ സംബന്ധിച്ച് ആളുകൾക്ക് സംശയം എന്നത് സ്വാഭാവികമാണ്. അത് അന്വേഷിച്ച് അതിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് യാതൊരു വിരോധമില്ല.